എൻ്റെ ബോണറ്റിൽ പെയിൻറ് പോയിരിക്കുന്നത് കണ്ട് കാർത്തിക്കിന് നല്ല ദേഷ്യം വന്നു. അപ്പോഴാണ് അവൻ തൊട്ടരികിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് കിടക്കുന്ന ഇഷാനിയെ കണ്ടത്. അവൾ വീണോടുത്തുനിന്ന് പതുക്കെ എഴുന്നേറ്റു. കയ്യിലും മേത്തും മുഴുവൻ മണ്ണായിരുന്നു. അതെല്ലാം അവൾ തട്ടിക്കളഞ്ഞു. അവൾക്ക് കൈമുട്ട് നന്നായി നേർന്നതുപോലെ തോന്നി. അവൾ കൈമുട്ടിലേക്ക് നോക്കി. കൈമുട്ട് നന്നായി മുറിഞ്ഞിട്ടുണ്ട്, ചോരയും ഒലിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ സ്കൂട്ടറിൻ്റെ കണ്ണാടി ശ്രദ്ധിച്ചത്. കണ്ണാടി മുഴുവൻ പൊട്ടിയിരിക്കുന്നു. അവൾ വേഗം കാർ കിടന്നോടത്തേക്ക് നോക്കി. കറുത്ത കണ്ണട ധരിച്ച് കോട്ടും സൂട്ടും ഇട്ട ഒരാൾ കാറിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അവൾക്ക് അവനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു. നിങ്ങൾക്ക് എന്താ കണ്ണില്ലേ? അവൾ ചോദിച്ചു. അവൻ വേഗം അവൻ്റെ മുഖത്തു നിന്ന് കണ്ണട മാറ്റി. കണ്ണട മാറ്റിയ കാർത്തിക്കിനെ കണ്ടപ്പോൾ ഇഷാനി ഞെട്ടി. ഇതവനല്ലേ തൻ്റെ ഇൻ്റർവ്യൂ കൊളവാക്കിയവൻ? അവൾ മനസ്സിൽ പറഞ്ഞു. ഇതവളല്ലേ ഹോട്ടൽ അബാക്കസിൽ നടന്ന സംഭവം അവൻ ഓർത്തു. തൻ്റെ സ്വപ്നത്തിൽ വന്ന് സ്ഥിരം വേട്ടയാടുന്നവൾ. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ വണ്ടിയിൽ മുട്ടിച്ചതല്ലേ? അന്നത്തേതിൻ്റെ പകരം തീർത്തതല്ലേ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നോട് പകരം വീട്ടാൻ നീ ആരാണ്? നീ റോങ് ആയിട്ട് കയറി വന്നതും പോലെ എൻ്റെ വണ്ടിയുടെ പെയിൻറ്റും കളഞ്ഞു, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഓഹോ, നിങ്ങളിപ്പോഴും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നതല്ലേ? നിങ്ങൾ ചെയ്ത ഈ തെറ്റിന് നിങ്ങൾ എന്നോട് മാപ്പ് പറയണം, ഇഷാനി ദേഷ്യത്തോടെ പറഞ്ഞു. നിന്നെപ്പോലുള്ളവളോട് മാപ്പ് പറയലല്ല എൻ്റെ ജോലി. ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്നിട്ട് അവൾ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളും നാട്ടുകാരുടെ മുതുകത്ത് കയറാൻ. ഞാൻ ചവിട്ടി നിർത്തിയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു നീ ഇവിടെ അരഞ്ഞു കിടക്കുന്നത്, കാർത്തിക് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. കണ്ടോ നിങ്ങൾ എൻ്റെ സ്കൂട്ടറിൻ്റെ കണ്ണാടി പൊട്ടിച്ച്, അവൾ സ്കൂട്ടറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ വേഗം അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. നോക്കടി, വണ്ടിയുടെ ബോണറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. നിന്റെ ആ ചളുക്കു വണ്ടി വന്നൊരഞ്ഞതാ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ബോണറ്റിലെ പെയിൻറ്റ് പോയത് കണ്ടുകൊണ്ട് അവൾ പറഞ്ഞു. ഓ, അത് ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് പോയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് പെയിൻറ്റ് ചെയ്താൽ മതി. ഓഹോ, നിനക്കിത് നിസ്സാരം. നിന്റെ ആ ചളുക്കു വണ്ടിയുടെ കണ്ണാടിക്ക് വെറും 500 രൂപയേ ഉള്ളൂ. എൻ്റെ ഈ വണ്ടി പെയിൻറ്റ് അടിച്ചിറങ്ങുന്നതിന് ലക്ഷങ്ങൾ വേണം, അറിയാമോടി? അവൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് എന്നത്തെ പോലെ തന്നെ നിങ്ങളുടെ പണത്തിൻ്റെ ഹുങ്കു പറച്ചിലല്ലേ? നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു ഫോണും ഉണ്ട്, ഈ ലോകത്തെങ്ങും ഇല്ലാത്തൊരു കാറും ഉണ്ട്, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അതേടി, എൻ്റെ സാധനങ്ങൾക്കെല്ലാം നല്ല വിലയുണ്ട്. വിലയുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ നിന്നെപ്പോലെ ചീപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ഈ കാർ എത്ര കോടിയുടെയാണെന്ന് നിനക്കറിയാമോ? ഇതുപോലത്തെ കാർ ഇന്ത്യ 2 പേർക്കേ ഉള്ളൂ, അവൻ പറഞ്ഞു. നിങ്ങൾക്ക് വിലപിടിപ്പുള്ള കാറും ഉണ്ട്, ഫോണും ഉണ്ട്. എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് കാലണയ്ക്ക് വിലയില്ലാത്തവനാണ്, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങളൊരു സൈക്കോയാണ്. അതും പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ, എന്താടി നീ പറഞ്ഞത്? അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പെട്ടെന്നാണ് അവൾ വേദന കൊണ്ട് പുളഞ്ഞു. അവൾ കരഞ്ഞുപോയി. പെട്ടെന്നാണ് അവൻ കണ്ടത് അവളുടെ കയ്യിൽ നിന്ന് ചോര വരുന്നത്. അവൻ വേഗം അവളുടെ കൈ ശ്രദ്ധിച്ചു. അവളുടെ കൈമുട്ട് നന്നായി മുറിഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവളുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ കൈവിട്ടു. അവൾ വേഗം തന്നെ